إن شاء الله التالي يقوم أمامنا ويلقي إلينا كلمتين الوجيزين الشيخ السيد عمر محمد محلار الهاشمي من دولة أبي ظبي، فليتفضل مشكور. السلام عليكم ورحمة الله. السلام ورحمة الله. الحمد لله الذي جعل لنا هذا الاجتماع، ومن بعده يكون الانتفاع، ويجمعنا مع سيد الأنام الذي هو أصل كل نفع وانتفاع. نسأل الله عز وجل أن نخرج من هذا المجلس وهذا الجمع المبارك بالانتفاع المحمدي الأحمدي المصطفوي، ونصلي ونسلم على سيدنا محمد صلاة تنجينا بها من ظلمة العمى. يا عالما بمن في الأرض والسماء، أنت الملاذ وأنت الغوث للبشر، من معجزاتك رد العين للبصر، فامنن علينا أن نرى فرجا ونور وجهك يشفي شدة الضرر، وعلى آله وصحبه وسلم. സ്വലാത്ത് സലാം തുടങ്ങിയ പ്രാരംഭ മുറകൾക്ക് ശേഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ സ്വലാത്തും സലാമും നമ്മുടെ സർവ്വ വിജയങ്ങൾക്കും നിദാനമായി തീരുന്ന, എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ല വഖുറത്തു ഐനി നമ്മുടെ കൺകുളിർമയായി നാം സ്വീകരിക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസിലാണ് നമ്മളുള്ളത്. നിങ്ങൾക്ക് ആദ്യമായി ഞാൻ സ്വാഗതം അരുളുന്നു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, تكلم الحبايب وتكلم المشايخ بكلام راق يحتاج إلى تفكر، يحتاج إلى تدبر، تعيها عقول. العقول لابد أن لها تتصل بسيد أهل الوصول الحبيب الأعظم صلى الله عليه وسلم، والأساس في ذلك قد أوضحه الحبيب المصطفى صلوات الله وسلامه عليه في حركاته وفي سكناته وفي أقواله وفي شأنه كله صلوات الله وسلامه عليه. ما شاء الله. ഇവിടെ എനിക്കും മുന്നിൽ വന്ന ഒരുപാട് പ്രഭാഷകർ അവർ ഒരുപാട് വാക്കുകൾ നിങ്ങൾ കേൾപ്പിച്ചു തന്നു. എങ്ങനെയുള്ള വാക്കുകളാണ്? ചിന്തയിലേക്കും അതുപോലെ വിഷയങ്ങളിലേക്കും നമ്മളെ കൈ ഉയർത്തി പഠിക്കുന്ന ഒരുപാട് ചർച്ചകളാണ് എൻ്റെ മുൻഗാമികൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ സ്വലാത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മഹബത്തിലായി നമ്മുടെ ജീവിതം, നമ്മുടെ ഹറകാത്തും സകനാത്തും തുടങ്ങി നമ്മുടെ എല്ലാ നിമിഷങ്ങളും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളിലൂടെയുള്ള മഹബത്തിലുള്ള ജീവിതമായിരിക്കണം. فنذكر بعض الأمثلة على شبه التذكير والتذكر وليس على الحصر. فهذا الإمام مالك بن أنس رضي الله عنه جالسا في مسجد الحبيب صلى الله عليه وآله وصحبه وسلم، فبدأ في قراءة الحديث، وكان الطلبة جالسون أمامه، فإذا وجه الإمام يتلون ويتغير ويتصبب عرقا، فاستغرب بعض الجالسين. وبعد الانتهاء من المجلس المحمدي قام أحدهم بأدب كامل وسأل الإمام، قال: يا أيها الإمام، لقد رأينا وجهك يتغير يتصبب عرقا، لما يا إمام؟ ما الذي حدث؟ قال: يا بني، لقد لدغني عقرب 11 لدغة ولم أستطع أن أقطع حديث رسول الله. ما شاء الله. ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ഒന്നാം മദ്ഹബിന്റെ വലിയ രണ്ടാമത്തെ ഇമാമാണല്ലോ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അവിടെ നിന്നും ഒരു വലിയ ഹദീസ് ക്ലാസ് തന്റെ ശിഷ്യന്മാർക്ക് എടുത്തു കൊടുക്കുകയാണ്. ആ സമയത്താണ് അവിടുത്തെ മുഖം വിവർണമായി പോയി. ഹദീസ് ഓതി കൊടുക്കുമ്പോൾ മുഖം മാറിപ്പോയി. അപ്പോൾ ഒരു ശിഷ്യൻ എണീച്ചുകൊണ്ട് ചോദിച്ചു: ഓ ഉസ്താദേ, മാദാ അസ്വാബക്, എന്താ പറ്റിയത്? അങ്ങയുടെ മുഖം ആകെ വിവർണമായിട്ടുണ്ടല്ലോ. അപ്പം പറയുകയാണ്: ഓ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, എന്നെ 11 തവണ 11 തവണ
ഒരു അഖ്റബ്, ഒരു തേള് എന്നെ കുത്തുവിട്ട് വേദന കൊണ്ടാണ് എൻ്റെ കണ്ണിൽ നിന്നും ഈ കണ്ണുനീർ വരുന്നതെന്ന് അവിടുന്ന് വേദനയോടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിന്റെ കാരണം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ഹബീബിന്റെ ഇൽമിന്റെ ഹദീസിന്റെ മജ്ലിസ് ആയതുകൊണ്ട് തന്നെ തേള കുത്തിയപ്പോൾ എഴുന്നേൽക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. ആ പ്രാധാന്യം അറിയിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത്. وقد جاء في الحديث أو الأحاديث النبوية أن من سعى لأخيه المسلم في حاجته، من سعى لأخيه المسلم في حاجته قضيت أم لم تقضى، قضيت أم لم تقضى، غفر الله له ما تقدم من ذنبه وما تأخر، وكتبت له براءتان، براءة من النار وبراءة من النفاق. ഏതെങ്കിലും ഒരു സഹോദരൻ മറ്റു സഹോദരന്റെ കാര്യത്തിൽ പരിശ്രമിച്ചാൽ മൻ സഅ ഫി അഖി തുഖ്ല ഔ ലം തുഖ്ല, ആ കാര്യം പരിഹരിക്കട്ടെ അല്ലെങ്കിൽ പരിഹരിക്കാതിരിക്കട്ടെ, എന്തായാലും ശരി, അവനെ കുത്തിബ ലഹു ബറാഅത്താൻ, രണ്ട് മോചനം അവനക്ക് എഴുതപ്പെടും. ബറാഅത്തു മിനൻ നാർ വ ബറാഅത്തു മിനൻ നിഫാഖ്, നരകത്തിൽ നിന്നും അതുപോലെ കത്തിയാളുന്ന തീയിൽ നിന്നും നിഫാഖിൽ നിന്നും അവർക്ക് മോചനം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. وفي يوم من الأيام رأت السيدة عائشة رضي الله عنها وجه النبي صلى الله عليه وآله وصحبه، ذاك الوجه الأزهر، ذاك الوجه المنور وفيه البشر، فجاءت إليه فقالت له يا رسول الله ادعو الله لي، ادعو الله لي، ادعو الله لي. فقال اللهم اغفر لعائشة ما تقدم من ذنبها وما تأخر وما أسرت وما أعلنت. فضحكت وتبسمت سيدتنا عائشة حتى سقط وجهها ورأسها في حجر الرسول صلى الله عليه وسلم. فقال لها الحبيب صلى الله عليه وسلم أيسرك دعائي لك يا عائشة؟ قالت وكيف لا يا رسول الله، وقد دعوت لي أن يغفر الله ذنبي ما تقدم وما تأخر وما أسررت وما أعلنت. قال يا عائشة هذا دعائي لأمتي عند كل صلاة. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ പ്രിയ പത്നി സയ്യിദന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, അവിടുത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഉദ്ഉലി, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹായുടെ എല്ലാ പാപങ്ങളും പടച്ചവനെ നീ പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്തു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ മുഖം വല്ലാതെ സന്തോഷമായി. അവിടുന്ന് സന്തോഷിച്ചപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, യാ ആയിഷ, എന്തുകൊണ്ടാണ് അങ്ങയുടെ മുഖം ഇങ്ങനെ സന്തോഷിക്കാൻ കാരണം? അപ്പോൾ അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്തുവല്ലോ, അത് കാരണമായിട്ടാണ് എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തുവല്ലോ, അതുകൊണ്ടാണ് സന്തോഷിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യാ ആയിഷ, എൻ്റെ ഒരടിമ, എൻ്റെ ഒരു ഉമ്മത്ത് എന്നോട് സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സമയത്ത് അവനക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഇപ്പോൾ നിനക്ക് ലഭിച്ചത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹായോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. هناك سؤال أوجهه للحاضرين وأوجهه لنفسي. كلنا نريد أن نرى الحبيب صلى الله عليه وسلم. رؤية الحبيب صلى الله عليه وسلم يحتاج مننا إلى أدب كما ذكر المشايخ، ويحتاج مننا إلى أن نعرف ذاته الشريفة صلى الله عليه وسلم، ولا أحد يعرف ذاته الشريفة إلا لمن له تعلق بالحبيب صلى الله عليه وسلم. فإذا تكلمنا الآن على كف النبي، كف النبي، هل تعلم أنت ما هذا الكف؟ هل تعلم كف النبي؟ تعلم سر كف النبي؟ تعلم ما فيه من أسرار؟ تعلم ما فيه من أنوار؟ هل تعلم؟ الصحابة علموا هذا السر. هل تريد أن تعلم هذا السر؟ فإذا أردت أن تعلم هذا السر اجعل قلبك وافتح إذنك واسمع ما أقول، وإلا فأنك بعدت عن هذا الوصف، وأنك فقط تنظر إلى الشكل ولا تريد أن تنظر إلى المضمون.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോടുള്ള ആ റുഇയത്ത്, അവിടത്തോടുള്ള നമ്മുടെ കാഴ്ച, നമ്മളോടുള്ള സ്നേഹം, അത് വേണമെങ്കിൽ അവിടുത്തെ നന്നായി മനസ്സിലാക്കണം. സ്വഹാബാക്കൾ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, ഓ എന്റെ സ്വഹാബ, ഞാൻ പറയുന്ന രഹസ്യങ്ങൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, സ്വഹാബ, നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ഹൃദയവും എനിക്ക് തന്നാൽ മാത്രമേ എൻ്റെ രഹസ്യങ്ങൾ, എൻ്റെ അസ്റാറുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പകർന്നു തന്ന പാഠങ്ങൾ നാം ശീലമാക്കിയാൽ മാത്രമേ അവിടുത്തോടുള്ള ബന്ധം സുദൃഢമാവുകയുള്ളൂ. هذا الكف المحمدي كثر الطعام، هذا الكف المحمدي أشبع العطشان، هذا الكف المحمدي داوى المريض، هذا الكف المحمدي له شأن عند رب العزة. ومنها يقول سيدنا أنس رضي الله عنه وأرضاه أنه كنا خرجنا مع النبي في موضع يسمى الزوراء، فقال ودعانا النبي صلى الله عليه وسلم بأن أأتوا بالوضوء لكي نؤدي صلاة العصر، فقالوا يا رسول الله ليس لدينا ماء، فقال أعطوني الماء، فوجابوا للنبي وأعطوا النبي الماء، فوضع يده صلوات الله والسلام عليه حتى قالوا أنه فار كالصنبور، وكان عدد الصحابة في ذاك اليوم 300 صحابي، فكلهم توضوا بهذا الماء المبارك. أي كف هذا؟ ما شاء الله. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കഫ് അത് സാധാരണ കഫല്ല. അനസ് റളിയല്ലാഹു അൻഹു ഒരു നിദാനമതായി പറയുന്നുണ്ട്, ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുമായി ഒരു യാത്രയിലാണ്. ആ സമയത്താണ് അനസ് റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബാക്കൾ ഒരു പരാതി ബോധിപ്പിച്ചത്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കുള്ള വുളു എടുക്കാനുള്ള വെള്ളം ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു, കുടിക്കാൻ വെള്ളമില്ല, ശുദ്ധിയാക്കാൻ വെള്ളമില്ല റസൂലുള്ളാഹ്. അപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എവിടെ നിങ്ങളുടെ പാത്രം കൊണ്ടുവരിൻ. അങ്ങനെ ആ പാത്രം എടുത്ത് ഉടൻ ആ പാത്രത്തിൽ കൈയിട്ടപ്പോൾ മാഷാ അല്ലാഹ്, ആ കൈയിന്റെ ഉറവിയിൽ നിന്നും നല്ല വെള്ളം ഉറപൊട്ടിയ ചരിത്രം നിങ്ങൾക്കറിയാം. അവർ ഏകദേശം 300 ഏകദേശം 3 ലക്ഷം ആൾക്കാർ, 300 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആ 300 ആൾക്കാർക്കും അവിടെ നിന്ന് മതിയായി തീർന്നു ആ വെള്ളം. ഇതൊരു സംഭവമാണ്, പല റിവായത്തുകളുമുണ്ട്. 1500 മറ്റൊരു ചരിത്രം നമുക്കറിയാം. وبهذا الكف في معركة أحد سيدنا قتادة بن النعمان سقطت عينه، فأتى بالعين إلى النبي صلى الله عليه وسلم. يعني هل النبي طبيب؟ هل هو النبي يقدر أن يعالج؟ نعم طبيب ويعالج. فأتى سيدنا قتادة بعينه فأخذها سيدنا الرسول صلى الله عليه وسلم ووضعها في مكانها. يقول سيدنا قتادة هذه العين التي ردت بكف النبي صلى الله عليه وسلم أصبحت أقوى من أختها ببركة النبي صلى الله عليه وسلم، ببركة كف النبي صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളുടെ ഒരു പരിഹാര കേന്ദ്രമായിരുന്നു. അവിടെ നിന്ന് എന്ത് ബുദ്ധിമുട്ടുകളും പരിഹരിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു അവിടുത്തെ പൊട്ടിയ കണ്ണുമായി, ഉതിർന്നു വീണ കണ്ണുമായി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ കണ്ണിന് പ്രയാസമുണ്ട്, ഈ കണ്ണ് നേരെയാക്കി തരണം. അത്ഭുതം തന്നെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉതിർന്നു വീണ കണ്ണെടുത്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് വെച്ചപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ അഹ്സനത്, ഇതിനേക്കാൾ ഭംഗിയായ ഒരു കണ്ണ് എനിക്ക് ലോകത്ത് അല്ലാഹു തന്നിട്ടില്ല. എന്തത്ഭുതമാണ്. ഏത് പ്രശ്നപ്രയാസങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിഹാരമായിരുന്നു. وفي هذا وقبل أن نختم جاء إلى سيدنا عمر بن عبد العزيز حفيد سيدنا قتادة، فسأله سيدنا عمر بن عبد العزيز من أنت؟ عرف عن نفسك، عرف عن نفسك. ماذا قال؟ أتدرون ماذا قال؟ قال أنا ابن الذي
سالت على الخد عينه فردت بكف المصطفى أحسن الرد. أنا ابن الذي سالت على الخد عينه فردت بكف المصطفى أحسن الرد صلوات الله وسلامه عليه. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അഞ്ചാം ഖലീഫയാണ് നമുക്കറിയാം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ അവിടുത്തെ പേരമകനെ ഒരിക്കൽ കാണാനിടയായി. അങ്ങനെ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ഹഫീദിനോട് ചോദിക്കുകയാണ്, ആരാണ് താങ്കൾ? അപ്പോൾ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ പേരമകൻ പറയുകയാണ്, ഞാൻ ആരുടെ മകനാണെന്നറിയുമോ? ആ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കണ്ണാണോ നേരെ വെച്ചു കൊടുത്തത്, ആരുടെ കണ്ണാണോ സുഖപ്പെടുത്തിയത്, ആ മഹാന്റെ മകനാണ് ഞാനെന്ന് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് പരിചയപ്പെടുത്തി കൊടുത്ത ചരിത്രം ഞങ്ങൾക്കെല്ലാം അറിയാമല്ലോ. فنسأل الله عز وجل أن يبارك في هذا المجمع المبارك ويبارك في السيد الحبيب حبيبنا محمد العيدروس، ويبارك في أخيه سيدنا عمر العيدروس، ويبارك في أخوانهم، ويبارك في المترجم، ويبارك في كل من حضر، ويبارك من مدح، ويبارك في الجالسين والقاعدين والسامعين والمتحركين والخادمين والقائمين في الخدمة. يبارك لنا ولكم ويجعلنا من أهل البركة، ويبارك لنا في الأعمار، ويبارك لنا في الزمان، ويبارك لنا في المكان، ويبارك لنا في الأموال، ويبارك لنا في الأهل، ويبارك لنا في العيال، يبارك في كل أمانة أتمنى الله عليها. اللهم إنا نسألك بحق سيدنا محمد صلى الله عليه وسلم وآل سيدنا محمد صلى الله عليهم أجمعين أن تخلقنا بأخلاق سيدنا محمد صلى الله عليه وسلم، وتؤدبنا بآداب سيدنا محمد صلى الله عليه وسلم، وأن ترفع الحجاب بيننا وبينه لكي نراه في اليقظة والمنام في الدنيا وفي البرزخ في الآخرة وهو راض عنا، وأن يتوب علينا، يتوب حتى نتوب حتى نصل إلى سيدنا الرسول صلى الله عليه وسلم، وأن يجعل ما هذا الجمع فيه العطايا وفيه الرحمات، ويبارك لنا في المشايخ. اللهم ارفعنا بأسرارهم وأنوارهم، ويمدنا يا رب العالمين بالصالحات، ويبارك لنا يا رب العالمين في جميع البركات، ويعطينا وإياكم جميع السبل والمسرات في خير والألطاف وخفيات بجاه سيد السادات، وعلى هذه النيات وكل نيات صالحات جامعات لخيرات الدنيا ونعيم الآخرة. وصل اللهم وبارك على سيدنا محمد وعلى آله وصحبه وسلم، والحمد لله رب العالمين والعفو منكم. അവസാനമായി ഈ സ്ഥാപനത്തിന്റെ അമരക്കാരനും അതുപോലെ നമ്മുടെ കജി നേതൃത്വങ്ങളുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അൽ ഐദറൂസി, അതുപോലെ അവിടുത്തെ സഹോദരൻ ഉമർ അൽ ഐദറൂസി, അതുപോലെ മറ്റു സഹോദരന്മാർ എല്ലാവരുടെയും അവർക്ക് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഈ സംഗമത്തിൽ സാക്ഷികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ നീർന്ന പ്രശ്നങ്ങളുമായി ഇവിടെ ഇരിക്കുന്നവരാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തീർത്തരുമാറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നടന്നു വരുന്ന സയ്യിദ് ഫളിൽ ഹൈദറൂസ് ഉക്കോയത്തങ്ങൾ, അവരുടെ വാപ്പ ഞങ്ങളുടെ പിതാമഹൻ സയ്യിദ് മുഹമ്മദ് ഹൈദറൂസ് പാപ്പങ്കോയത്തങ്ങൾ, അവരുടെ പേരിലുള്ള ആണ്ട് നേർച്ചയും ഉറൂസിലുമാണ്.